നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് എംപിമാർ മത്സരിക്കേണ്ട സാഹചര്യമില്ലെന്ന് ഹൈക്കമാൻഡ് നിരീക്ഷണം. ഡൽഹിയിൽ കെപിസിസി നേതാക്കളുമായി ഹൈക്കമാൻഡ് കൂടിക്കാഴ്ച നടത്തി കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയ ചർച്ച തുടരുകയാണ്. നിലവിലെ എല്ലാ എംഎൽഎമാരും മത്സരിക്കാൻ സാധ്യതയുണ്ട്. നിലവിൽ കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് എംപിമാർ മത്സരിക്കേണ്ട എന്ന നിലപാടിലാണ് ഹൈക്കമാൻഡ്. ഡൽഹിയിൽ ഹൈക്കമാൻഡ് വിളിച്ചു ചേർത്ത യോഗത്തിലാണ് ഈ തീരുമാനത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. കേരളത്തിൽ നിന്നുള്ള കെപിസിസി ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവർ ഹൈക്കമാൻഡ് വിളിച്ചു ചേർത്ത യോഗത്തിൽ പങ്കെടുത്തിരുന്നു. ഏകദേശം 5ഓളം എംപിമാർക്ക് മത്സരിക്കണം എന്ന ഒരു താല്പര്യം ഹൈക്കമാൻഡിനെയും കെപിസിസിയെയും അറിയിച്ചിരുന്നു. എന്നാൽ ഈ പ്രത്യേക സാഹചര്യത്തിൽ എംപിമാർ മത്സരിക്കുന്നത് വലിയ തരത്തിൽ പാർട്ടിക്ക് അപമതിപ്പുണ്ടാകും എന്നൊരു തീരുമാനത്തിനാണ് ഹൈക്കമാൻഡ് എത്തിച്ചേർന്നിരിക്കുന്നത്. പ്രത്യേകിച്ചും നിലവിൽ എംപിമാരായിട്ടുള്ളവർ എംഎൽഎമാരായി പോയി കഴിഞ്ഞാൽ പിന്നീട് ആ മണ്ഡലം തിരിച്ചുപിടിക്കാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം കൂടി നിലനിൽക്കുന്നുണ്ട്. ഈ സംശയം കൂടി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഹൈക്കമാൻഡ് ഇങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. എംപിമാരാരും തന്നെ മത്സരിക്കേണ്ട എന്നുള്ളത് അന്തിമ തീരുമാനം ഈ മാസം 28-ന് ചേരുന്ന കെപിസിസി ഭാരവാഹി യോഗത്തിലാവും ഉണ്ടാവുക. എന്തായാലും ഹൈക്കമാൻഡ് അവരുടെ തീരുമാനം അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. എംപിമാരാരും തന്നെ മത്സരരംഗത്ത് വേണ്ട എന്നുള്ള കാര്യത്തിൽ. അതേസമയം നിലവിൽ എംഎൽഎമാരായിട്ടുള്ള ആളുകളെല്ലാം തന്നെ മത്സരരംഗത്തുണ്ടാകും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കാരണം ഈ എംഎൽഎമാരെ സംബന്ധിച്ചിടത്തോളം അവരെക്കുറിച്ച് കിട്ടിയ സർവേ റിപ്പോർട്ട് അനുകൂലമാണ്. അതുകൊണ്ട് തന്നെ എംഎൽഎമാർക്ക് മത്സരിക്കാം എന്നുള്ളതാണ് ഇപ്പോഴത്തെ തീരുമാനം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കോൺഗ്രസിൻ്റെ ഒട്ടുമിക്ക എംഎൽഎമാരും മത്സരരംഗത്ത് ഉണ്ടാകും. ആരോഗ്യ സംബന്ധമായ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ മാത്രമേ ഒഴിവാക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷം എല്ലാ എംഎൽഎമാരും മത്സരിക്കാൻ തന്നെയാണ് സാധ്യത എന്നുള്ള വിവരങ്ങളും പുറത്തേക്ക് വരുന്നുണ്ട്. കെപിസിസിയെ സംബന്ധിച്ചിടത്തോളം ഈ ഹൈക്കമാൻഡ് തീരുമാനം അല്പം ആശ്വാസം പകരുന്നതാണ്. കാരണം പല എംപിമാരും നേരത്തെ തന്നെ മത്സരരംഗത്തേക്ക് അല്ലെങ്കിൽ നിയമസഭയിലേക്ക് മത്സരിക്കുന്നതിന് താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു. കാരണം അതിന് വ്യക്തമായി പറയുന്ന നിയമസഭയിൽ ഈ എംപിമാർ മത്സരിച്ചു കഴിഞ്ഞാൽ അവർക്ക് വലിയ തരത്തിലുള്ള ഭൂരിപക്ഷം കിട്ടും. ഒപ്പം തന്നെ ചിലർക്ക് മന്ത്രിമാരാകാനുള്ളൊരു മോഹവും ഉണ്ടായിരുന്നു. ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഭാവിയിൽ പ്രതിസന്ധി ഉണ്ടാക്കുമെന്ന് കെപിസിസിക്കും അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഹൈക്കമാൻഡിൻ്റെ ഈ തീരുമാനത്തെ കെപിസിസി നേതൃത്വവും വലിയ ശ്രദ്ധയോടുകൂടി തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നതും. ഇനി ഉള്ളത് ഈ 28-ാം തീയതി സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്ന ചർച്ചയ്ക്ക് തൊട്ടു പിന്നാലെയാകും UDFിലെ ഘടകകക്ഷികളുമായുള്ള ചർച്ചയിലേക്ക് കടക്കുക. ആദ്യവട്ട ചർച്ചകൾ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു UDFിൻ്റേത്. അതിൽ മുസ്ലിം ലീഗും ഒപ്പം തന്നെ RSPയുമായുള്ള ചർച്ചയാണ് ഏകദേശം പൂർത്തിയായത്. ഒപ്പം കേരള കോൺഗ്രസ് ജെയുടെയും ചർച്ചകൾ പൂർത്തിയായി കഴിഞ്ഞു. ലീഗ് 25 സീറ്റുകളിൽ മത്സരിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. കേരള കോൺഗ്രസ് ജെ ആകട്ടെ 10 സീറ്റുകളിൽ മത്സരിക്കും. കൂടുതൽ സീറ്റുകൾ നിലവിലെ സാഹചര്യത്തിൽ ചോദിച്ച് കോൺഗ്രസിനെ ബുദ്ധിമുട്ടിലാക്കണ്ട എന്നൊരു തീരുമാനം ഘടകകക്ഷികൾ തന്നെ എടുത്തിട്ടുണ്ട്. അതേസമയം സീറ്റുകൾ കൂടുതൽ ചോദിക്കുന്നതിന് പകരം ജയസാധ്യതയുള്ള ചില സീറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് മാറുന്നതിനെക്കുറിച്ചാണ് ചർച്ചകൾ ഇപ്പോൾ നടക്കുന്നത്. ലീഗ് തന്നെ ചില സീറ്റുകൾ വച്ചു മാറുന്നതിനെക്കുറിച്ചൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും ലീഗിന് തെക്കൻ കേരളത്തിൽ കൂടി അക്കൗണ്ട് തുറക്കുന്നതിന് പ്രാപ്തമായ തരത്തിൽ ചില സീറ്റുകൾ വേണം എന്നൊരാവശ്യം അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇതിനായി അവർ കൊല്ലം ജില്ലയിലെ 2 സീറ്റുകളാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്ന് ചടയമംഗലവും മറ്റൊന്ന് ഇരവിപുരവും. ഈ 2 സ്ഥലങ്ങളിലും നേരത്തെ ലീഗ് മത്സരിച്ചിട്ടുണ്ട് എന്നുള്ള അവകാശവാദവും അവർ മുന്നിലേക്ക് വെക്കുന്നു. പ്രത്യേകിച്ചും ഇരവിപുരത്ത് നേരത്തെ ലീഗ് മത്സരിച്ചിട്ടുണ്ട്. ലീഗിൻ്റെ സ്ഥാനാർത്ഥി മത്സരിച്ച് വിജയിക്കുകയും മന്ത്രിയാവുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇരവിപുരത്ത് അവർ ഈ സീറ്റ് വേണം എന്നുള്ള ആവശ്യം ഉന്നയിക്കുന്നത്. RSPയും ഇത്തരത്തിൽ ഒരു സീറ്റ് വെച്ചുമാറൽ ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നത്. അതായത് സംഭരണ സീറ്റായ ആറ്റിങ്ങൽ വേണ്ട എന്ന നിലപാടിലാണ് RSP. അത് കോൺഗ്രസ് ഏറ്റെടുത്തിട്ട് പകരം മറ്റൊരു സീറ്റ് നൽകണം എന്നൊരു നിർദ്ദേശമാണ് അവർ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ജോസഫ് ഗ്രൂപ്പ് ആകട്ടെ അങ്ങനെ പ്രത്യേകിച്ച് നിർദ്ദേശങ്ങളൊന്നും മുന്നോട്ട് വെച്ചിട്ടില്ല. അവർക്ക് താല്പര്യം അവർ ഇപ്പോൾ മത്സരിക്കുന്ന സീറ്റുകളിൽ മത്സരിക്കുക, അത് വിജയിക്കുന്നതിന് പ്രാപ്തമായിരുന്ന നീക്കങ്ങളുമായി മുന്നോട്ട് പോകുക എന്ന തരത്തിലാണ് കോൺഗ്രസ് ജെ പറയുന്നത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ UDFിനകത്ത് സീറ്റ് സംബന്ധമായ ചർച്ചകളിൽ ഒരു വിധത്തിലുള്ള ചേരിതിരിവോ അല്ലെങ്കിൽ വിയോജിപ്പോ കാണുന്നില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. അതേസമയം CMP ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ അവർ കൂടുതൽ സീറ്റ് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ സീറ്റിന് വേണ്ടി കൂടുതൽ കടുംപിടുത്തം ഉണ്ടാകാൻ ഇടയില്ല. തൽക്കാലം കിട്ടുന്ന സീറ്റ് വാങ്ങിക്കൊണ്ട് വിജയിച്ച് മന്ത്രിസഭയിൽ എത്തുക എന്നുള്ളതാണ് ആൾബലം കുറവുള്ള രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ നീക്കം. പ്രത്യേകിച്ചും ഘടകകക്ഷികളിൽ ചിലതിൻ്റെയൊക്കെ നീക്കം. എന്നിരുന്നാൽ തന്നെയും എല്ലാ ഘടകകക്ഷികളെയും തൃപ്തിപ്പെടുത്തി മുന്നോട്ട് പോകാൻ തന്നെയാണ് കോൺഗ്രസിന് ഇപ്പോൾ ഹൈക്കമാൻഡ് നൽകിയിരിക്കുന്ന നിർദ്ദേശം. അതുകൊണ്ട് സീറ്റ് ചർച്ചയുമായി ബന്ധപ്പെട്ട വലിയ തരത്തിലുള്ള വാദപ്രതിവാദങ്ങൾക്കുള്ള സാധ്യത തള്ളിക്കളയുകയാണ് കോൺഗ്രസ്. നിലവിലെ സാഹചര്യത്തിൽ 80 മുതൽ 85
സീറ്റ് വരെ കോൺഗ്രസിന് വിജയിക്കാൻ കഴിയും. ബാക്കിയുള്ളത് ബോണസ് ആയിട്ടാണ് അവർ കാണുന്നത്. എന്നിരുന്നാൽ തന്നെയും തെക്കൻ കേരളത്തിൽ വലിയ തരത്തിൽ ഒരു പ്രതീക്ഷ കോൺഗ്രസ് നേതാക്കന്മാർ പങ്കുവയ്ക്കുന്നുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, ഒപ്പം തന്നെ പത്തനംതിട്ട, കോട്ടയം ജില്ലകളിൽ വലിയ തരത്തിലൊരു മുന്നേറ്റം കോൺഗ്രസിന് തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൽ അവർക്ക് നേടാൻ കഴിഞ്ഞിരുന്നു. ആ നേട്ടം തന്നെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ കോൺഗ്രസ് നേതാക്കളും പങ്കുവയ്ക്കുന്നുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ സീറ്റ് സംബന്ധിച്ചുള്ള ചർച്ചകൾ മുന്നോട്ട് പോകും. ഈ ചർച്ചകളിൽ നിലവിലെ സാഹചര്യത്തിൽ സീറ്റ് വെച്ചു മാറുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉയരുവാനാണ് സാധ്യത.